ഹായ് ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ്. കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് അല്ല, ഫാമിലി ആയിട്ട് പറയാമല്ലേ, ഫാമിലി എന്ന് പറയായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ ശില്പയും അർജുനും ശ്രദ്ധക്കുട്ടിയും BC-ന്ന് വന്നിട്ടുണ്ടായിരുന്നു. അർജുൻ ഇവിടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് 2 ദിവസത്തേക്ക് വന്നതാണ്. അപ്പം ഈ വീക്കെൻഡ് ഫുള്ള് ശ്രദ്ധക്കുട്ടി വീക്കെൻഡായിരുന്നു ഞങ്ങൾക്ക്. ഫുൾ ബിസി ആയിരുന്നു. കുക്കുമായിട്ടായിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. അമ്മണ് കുറച്ച് ബിസിയായിരുന്നു, പരീക്ഷയൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് അങ്ങനെ. അപ്പോൾ കളിയും ഡാൻസും നഴ്സറി റൈംസ് കാണലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫൺ വീക്കെൻഡായിരുന്നു. സാറ്റർഡേ ഫുള്ള് ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരുന്നു. ഈവനിങ് മാത്രമാണ് ഞങ്ങളൊന്ന് പുറത്ത് പോയത്. സാറ്റർഡേ സജിക്കും ജോലി ഉണ്ടായിരുന്നു, അർജുനും ആ ഫംഗ്ഷന് പോകണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് എന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരും ഈവനിങ് ആയപ്പോഴാണ് പുറത്തോട്ടൊക്കെ ഒന്ന് പോയത്. അപ്പം പക്ഷെ ഫുൾ ഡേ ഞങ്ങൾ ഭയങ്കര ബിസിയായിരുന്നു വീട്ടിൽ. അങ്ങനെ അവർക്ക് 2-3 സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. പക്ഷേ പറഞ്ഞ് സംസാരിച്ചും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ലേറ്റായിട്ട് പിന്നെ ആകെ കൂടി ഒരു സ്ഥലത്താണ് പോകാൻ പറ്റിയുള്ളൂ. ഞങ്ങൾ ഷിനൂക്ക് മാളിൽ പോയി. ഷിനൂക്ക് മാളിൽ അവർക്ക് സ്ലീപ്പ് കൺട്രി പോകണമായിരുന്നു. അപ്പോൾ സ്ലീപ്പ് കൺട്രി പോയിട്ട് ബെഡ് നോക്കണമായിരുന്നു. അതിനുള്ള സമയം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ സാറ്റർഡേ കുറച്ച് ലേറ്റായിട്ടാണ് മോൾസ് അടയ്ക്കുന്നത്, 9 മണിക്കേ അടയ്ക്കുള്ളൂ. ബാക്കി സൺഡേ ഒക്കെ ഇത്തിരി കൊണ്ട് 6 ആകുമ്പോഴേക്കും, ഈവനിങ് 6 ആകുമ്പോൾ അടയ്ക്കും. അപ്പോൾ പക്ഷെ പോകാനായിട്ട് ഇറങ്ങിയപ്പം ലേറ്റ് ആയത് കാരണം ഞങ്ങളാകെ കൂടി ഷിനൂക്ക് മാളിൽ മാത്രമേ പോയുള്ളൂ. അപ്പോൾ ആ മാട്രസ് നോക്കാനായിരുന്നു മെയിനായിട്ട് അവിടെ പോയത്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ ബെഡൊക്കെ നോക്കി ചുമ്മാ ഒന്ന് വെറുതെ മാൾ അടയ്ക്കുന്ന സമയം വരെ വെറുതെ ചുമ്മാ ഒന്ന് അതിൽ നടന്നു. പലതരത്തിലുള്ള മാട്രസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഹെഡ് എൻഡും റേസ് ചെയ്യുന്നതും ഫുട്ട് എൻഡ് റേസ് ചെയ്യുന്നതും ഒക്കെ അത് കാണിക്കുമായിരുന്നു അമ്മു. അപ്പോൾ ശ്രദ്ധ അതിലൊരു കളിയായി. അപ്പം അതിൽ കളിച്ച് ബെഡിൽ ചാടി കളിച്ച് നമുക്ക് പിന്നെ കിടന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷെ നോക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. എന്നിട്ട് പിന്നെ മുകളിൽ ചുമ്മാ അങ്ങനെ കറങ്ങിയടിച്ച് നടന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഷവർമ പാലസിൽ പോയി. ഷവർമ പ്ലാറ്റർ കഴിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ ലെൻറ്റിലാണ്, ഈസ്റ്ററിൻ്റെ. അപ്പം ഞാനൊരു ഒരു റോളാണ് കഴിച്ചത്, വെജ്. അവർ ഷവർമ പ്ലാറ്റർ കഴിച്ചു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ദുബായ് ഓർമ്മകൾ പിന്നെയും വന്നു. ഷവർമ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതും ഷവർമ മീറ്റിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ബക്ലാവയൊക്കെ അവിടെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ സ്വീറ്റായിട്ട് ഇതിൽ ബക്ലാവയായിട്ട് തരും ചെയ്തായിരുന്നു കേട്ടോ. ആ ഒരു പ്ലാറ്ററിൻ്റെ ഒപ്പം ഗാർലിക് സോസും അറിയാലോ, ഷവർമയുടെ കൂട്ടത്തിൽ കിട്ടുന്ന എല്ലാ സാധനവും. ഗ്രീക്ക് സാലഡും, ഞാൻ ഗ്രീക്ക് സാലഡും എൻ്റെ റോളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ സ്വീറ്റ് കഴിക്കാനായിട്ട് ട്രിപ്പ് ആൻഡ് ഡിപ്പിൽ പോയി. കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ ഡി സ്പോട്ടിൽ പോയി. അപ്പം ഞങ്ങൾ ഓവറായിട്ട് ഓർഡർ ചെയ്തിട്ട് എല്ലാവർക്കും കിറുങ്ങിയടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യം ഞങ്ങൾ ലിമിറ്റഡ് എമൗണ്ടിൽ കൂടുതൽ ഷേക്കായിട്ട് ഓർഡർ ചെയ്തത്. എല്ലാം നല്ലതായിരുന്നു. ക്വാണ്ടിറ്റി വൈസ് കുറവ്, മീൻസ് ഡി സ്പോട്ടിൽ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. ഇവിടെ അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് ഓക്കെ ആയിരുന്നു. സ്വീറ്റ് നമുക്ക് ബിരിയാണി കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് സെറ്റായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായി അവിടുത്തെ ആംബിയൻസും. ആക്ച്വലി അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഈദാന്നുള്ളൊരു ഓർമ്മ പോലും വന്നത്. ഞാനപ്പോൾ ആലോചിച്ചു, പറഞ്ഞ മാതിരി ദുബായിലാണെങ്കിൽ ഇപ്പോൾ ഫുൾ ആ ഒരു വൈബ് കിട്ടിയേനെ. അപ്പോൾ അവിടെ പക്ഷേ അവർ ആ ചെറിയൊരു ഡെക്കറേഷൻ ഇതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ നല്ലൊരു എന്താ പറയുക, ഒരു കാം ആൻഡ് വാം സ്പേസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ക്രെപ്പ് ഓർഡർ ചെയ്തു, പിന്നെ ഫുൾ ഷേക്ക്സ് ഓർഡർ ചെയ്തു. അങ്ങനെ നല്ലൊരു വീക്കെൻഡായിരുന്നു. മെമ്മറബിൾ വീക്കെൻഡ് അഗൈൻ. താങ്ക് യു ശില്പ ആൻഡ് അർജുൻ ആൻഡ് ശ്രദ്ധക്കുട്ടി. ലവ് യു മുത്തേ. സീ യു സൂൺ.